വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയുമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ബഹുമാനപ്പെട്ട നേതാക്കന്മാർ ഉണ്ടാക്കിയത്. രാജ്യത്തിന്റെ വേദനയും സങ്കടവും കണ്ണീരും ചോരയും നീരുമൊക്കെ ഈ രാജ്യത്തിന്റെ പാർലമെന്റിൽ അതിന്റെ ശബ്ദം ഉണ്ടാകുവാനും ആ ശബ്ദം അധികാരികളുടെ മുന്നിൽ എത്തിക്കുന്നതിനും വേണ്ടിയാണ് ആ മഹാരഥന്മാർ സ്വപ്നം കണ്ടത്. ഈ രാജ്യത്തെ ഈ മുസ്ലിം സമുദായത്തിന്റെ ആത്മാഭിമാനത്തെയും അന്തസ്സിനെയും ചോദ്യം ചെയ്യുന്ന രീതിയിൽ പാർലമെന്റ് അകത്ത് നിയമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ, ഈ സമുദായത്തിന്റെ ഇസ്സത്തിനെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ശരീഅത്തിന് മേൽ കൈവച്ചപ്പോ കേവലം രണ്ടാളുകൾ മാത്രമാണ് ആ പാർലമെന്റിൽ നമുക്ക് വേണ്ടി ഉണ്ടായിരുന്നത്. പക്ഷെ ആത്മാഭിമാനം കൈമുതലാക്കിയ ശത്രുവിന്റെ മുന്നിൽ പത്തിമടക്കാത്ത കോൺഗ്രസിന്റെ അടിമകളാകാൻ വിധിക്കപ്പെട്ടിട്ടില്ലാത്ത, ആഗ്രഹമില്ലാത്ത, അധികാരക്കൊതി മാത്രം ലക്ഷ്യമാക്കിയിട്ടില്ലാത്ത നമ്മുടെ നേതാക്കന്മാർ അവർ വളരെ ശക്തമായി പാർലമെന്റിനകത്ത് ശബ്ദിക്കുകയും കോൺഗ്രസിനെ കൊണ്ട് തീരുമാനം പിൻവലിപ്പിക്കുകയും ചെയ്തു. അതിനു മാത്രമുള്ള ആത്മവിശ്വാസവും ആത്മധൈര്യവും ആ രണ്ട് നേതാക്കന്മാര് നമ്മോട് കാണിച്ചിട്ടുണ്ട്. അക്രമവും അനീതിയും ഉണ്ടായപ്പോൾ അതിനെ ചോദ്യം ചെയ്യുവാനും അക്രമിയുടെ കൈക്ക് പിടിക്കുവാനും തന്റെ ഇടം കാണിച്ച ആളുകളാണ് നമ്മുടെ മുൻകഴിഞ്ഞ നേതാക്കന്മാർ. बहुत ज्यादा वक्त नहीं है, बहुत लंबी तकरीर नहीं कर सकता, वरना घंटों मुझे इस बात कांग्रेस का विंग बन के रह गई। अरे जो मुस्लिम लीग पूरे देश के लिए बनी थी वो मल्लापुरम की सरहद के बाहर निकल पा रही है। क्या वजह है? आज आप यहां मिनिस्ट्री में रहते हैं, रूलिंग क्लास में रहते हैं, सीएच मोहम्मद कोया डिप्टी चीफ मिनिस्टर रहे, लेकिन चीफ मिनिस्टर बने तो सिर्फ 1.5 महीना 50 दिन की। क्यों आप चीफ मिनिस्टर नहीं बना पाए? 27%, 25% से 27% की पॉपुलेशन है आपकी। सिर्फ मल्लापुरम में नहीं है, पूरे नॉर्थ केरल से में आपकी कंसंट्रेशन मौजूद है और साउथ केरला में आपकी बड़ी आबादियों के पॉकेट मौजूद है। आपका चीफ मिनिस्टर क्यों नहीं बनता? कोई इतनी बड़ी पॉपुलेशन 27% से बड़ी कोई पॉपुलेशन केरल में दूसरी नहीं रहती। सिर्फ सबसे बड़ी पॉपुलेशन आप है, तो अगर लाइफ हो रहा है तो मुख्यमंत्री आपका क्यों नहीं बनता? चीफ मिनिस्टर कोई नमूदरी पाक और कोई नारायण क्यों बनता है? कोई सीएच मोहम्मद कोया फुल फ्लैग चीफ मिनिस्टर क्यों नहीं बनता? पुजारी कुटी खुद चीफ मिनिस्टर क्यों नहीं बन जाते? ईटी बशीर चीफ मिनिस्टर क्यों नहीं बन जाते? किसने रोका है? इसलिए कि आप इंडियन नेशनल कांग्रेस का एक हिडन फ्रंट बन गए हैं। वो मुस्लिम लीग को कहीं मिलता है? सोच के देखिए कि जो कांग्रेसियों का वोट है वो मुस्लिम लीग किसी सीट पर, किसी एक सीट पर भी वो वोट नहीं ले पाती, अपना वोट ट्रांसफर कर देती है। इसका मतलब कांग्रेस की गुलाम बन के रह गई है इंडियन यूनियन मुस्लिम लीग, और सिर्फ मल्लापुरम में अपने वजूद, अपने बका की जंग लड़ते हुए यहां के इक्तदार में एक मंत्री पद हासिल करने से ज्यादा अब मुस्लिम लीग का इस मुल्क में दूसरा कोई मकसद नहीं। ലീഗ് എന്തായിരുന്നു എന്നും എന്താണ് എന്നും പറയുവാൻ മണിക്കൂറുകളോളം എനിക്ക് സംസാരിക്കാൻ കഴിയും. കാരണം ഞാൻ മുസ്ലിം ലീഗിന്റെ മടിത്തട്ടിൽ ജനിച്ചു വീണവനാണ്, മുസ്ലിം ലീഗിന്റെ മടിത്തട്ടിൽ വളർന്നവനാണ് ഞാൻ. കാരണം എനിക്കറിയാം ലീഗ് എന്തായിരുന്നു എന്നത്. പക്ഷേ ഇന്നത്തെ ലീഗ് അതാണോ എന്നത് നിഷ്പക്ഷമായി നിങ്ങൾ ചിന്തിക്കുക. ചരിത്രത്തിലേക്ക് ഞാൻ കടന്നു പോകുന്നില്ല. വർത്തമാനകാലത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിച്ചു നോക്കാം. മലപ്പുറത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും തരത്തിലുള്ള അജണ്ടകൾ മുസ്ലിം ലീഗിനുള്ളതായി നിങ്ങൾക്കറിയാമോ? ഒരു ദേശീയ രാഷ്ട്രീയ സമുദായത്തിന്റെ ശബ്ദമാവാൻ കഴിയണം. കോൺഗ്രസ് ഭയപ്പെടുത്തുമ്പോ ഭയപ്പെട്ട് അതിൽ നിന്ന് പിന്മാറുന്നതല്ല യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന്റെ പാരമ്പര്യമായി നമ്മളെ മനസ്സിലാക്കുന്നത്. പക്ഷെ ഇന്നത്തെ ലീഗ് അങ്ങനെ അധപ്പതിച്ചിരിക്കുന്നു, കോൺഗ്രസിന് വേണ്ടി പണിയെടുക്കുന്ന ഒരു വിഭാഗമായി മാറിയിരിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം. और कांग्रेस क्या है? मुस्लिम लीग जिस पार्टी का एक विंग बन गई है, एक फ्रंटल ऑर्गेनाइजेशन बन के रह गई है, वो कांग्रेस क्या है? उसका इतिहास क्या है? किसी वक्त सोशल मीडिया पे दोबारा बोलूंगा तो पूरी तारीख आपके सामने रखूंगा, लेकिन मुख्तसर में बताता हूं कि इस देश में फाशिज्म
और हिंदुत्व का जो नंगा नाच आज नाचा जा रहा है, उसकी बुनियाद रखने की जिम्मेदारी इस मुल्क में सबसे बड़ी फांसीवादी पार्टी और फांसीवाद की बुनियाद रखने वाली अगर कोई पार्टी है तो वो कांग्रेस। उसको बढ़ावा देने की राजनीति की है। ये नतीजा है कि आजादी के बाद से अब तक 70,000 से ज्यादा कम्युनल राइट कांग्रेस के जमाने में हुए, चाहे सन 47 के फिसाद हो, हैदराबाद का पुलिस एक्शन, मुरादाबाद का है, आरएसएस जो आज इस मुल्क में हुकूमत कर रही है, जो एक अजनहा പക്ഷീയമായ വംശഹത്യകൾ നടന്നിട്ടുണ്ട്. അത് പകൽപൂരും ബിജ്നോറും ഭീവണ്ടിയും അലീഗറും മീരത്തും സൂറത്തും മുറാദാബാദിനും കണ്ടൂരും കാസർഗോഡും ഗുജറാത്തിലും നാദാപുരത്തും ഒക്കെ നമ്മൾ കണ്ടത് സംഘപരിവാരത്തിന്റെ തേർവാഴ്ചയാണ്. ഈ തേർവാഴ്ച 70,000-ഓളം വരുന്ന കലാപങ്ങൾ മുസ്ലിങ്ങൾക്കും ആദിവാസികൾക്കും ദലിതുകൾക്കുമെതിരെ RSS നടത്തിയത് മുഴുവൻ ഈ പറയുന്ന കോൺഗ്രസിന്റെ സഹായത്തോടു കൂടിയാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് കോൺഗ്രസ് ആണ്. RSS ആണ്. കോൺഗ്രസിന്റെ മറവിലാണ് സംഘപരിവാരം വളർന്ന് ഈ രാജ്യത്തെ ഇന്ന് കാണുന്ന രീതിയിലുള്ള ഭയത്തിന്റെ മൂടുപടം സൃഷ്ടിച്ച് രാജ്യത്തെ ജനങ്ങളെ അടിമകളാക്കുന്നതിന് കാരണക്കാരായത് കോൺഗ്രസ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. तो आपको लगता है कि जो पार्टी इस मुल्क में फाशिज्म की जड़ें मजबूत कर रही हो, उसका कोई एलाई, कोई भी एलाई हो, मुस्लिम लीग समेत, वो RSS से लड़ेगा? कभी नहीं लड़ सकता. शर्मिंदा रहेगा RSS से, झुका रहेगा उसका सर RSS और बीजेपी के आगे. और ये वजह है कि हम देखते हैं कि मुल्क में जुल्म बढ़ रहा है, मुल्क में फिसाद बढ़ रहे हैं, आपकी शहरियत खतरे में है, आपकी मस्जिदें खतरे में है, आपका दीन खतरे में है. और आज आप लोगों के दिलों में एहतजाज कर रहा है, सारे मुल्क की हर ऑर्गेनाइजेशन एहतजाज कर रही है. मैं पूछना चाहता हूं मुस्लिम लीग की लीडरशिप से, एक मजम्मती, एक कंडेमनेशन का स्टेटमेंट तक आप अभी तक मुस्लिम लीग के लोगों की तरफ से नहीं आया. क्या आप मैसेज देना चाहते हैं? कह दीजिए खुल के, क्या आपको कोई लेना देना नहीं मुसलमानों से, आपका कोई मतलब नहीं है इस्लाम से, हिंदुस्तान के अलावा कुछ नहीं है. अरे 73 साल की पार्टी बल्लापुरम से निकल नहीं सकी. 11 साल की SDPI केरल के तमाम 14 डिस्ट्रिक्ट में अपने मजबूत यूनिट रखती है और मुल्क की 20 रियासतों में अपने स्ट्रांग यूनिट रख के 300 से ज्यादा डिस्ट्रिक्ट में फैल चुकी है. क्या जरूरत है फिर उस मुस्लिम लीग की जो कांग्रेस की गुलामी करके मुसलमानों के कत्ले आम पर खामोश होके बैठ जाए और सिर्फ अपना एक मिनिस्ट्री के लिए चुप रहे. നിങ്ങൾ അക്രമിയാണ് എന്ന് പറയുവാനുള്ള തന്റെ ഇടം മുസ്ലിം ലീഗിന് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് സംഘപരിവാരത്തോട് മാത്രമല്ല, ലോകത്തെ മുസ്ലിം സമുദായം ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഈ രാജ്യത്തെ ജനങ്ങളെയോ ലോകത്തിലെ മുസ്ലിംകളെയോ അഡ്രസ് ചെയ്യുവാനും അവരുടെ വിഷയങ്ങളെ സമൂഹത്തിന് മുന്നിൽ ഉയർത്തിക്കൊണ്ടുവരുവാനും അവരോടൊപ്പം നിൽക്കുവാനും മുസ്ലിം ലീഗിന് സാധിക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നമ്മൾ സംഘപരിവാരത്തിന്റെയും ലോകത്തിന്റെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെയും മുന്നിലെ തലകുനിച്ച് അപമാനിതരായി നിൽക്കേണ്ട സാഹചര്യം ഈ ലോകത്ത് കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾക്കറിയാം, ഈ അടുത്ത് ഇന്ത്യ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് പരിശുദ്ധ ഖുർആനിനെതിരെ ഉള്ള കലാപങ്ങൾ. ഒരു മുനാഫിഖ്, ഒരു അക്രമി, അവൻ സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഖുർആനിലെ 24ഓളം ആയത്തുകൾ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഖുർആൻ തന്നെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പണ്ടും സംഘപരിവാരും അതുപോലെ തന്നെ മറ്റുള്ള മുസ്ലിം വിരുദ്ധ ശക്തികളുമൊക്കെ ഇത്തരത്തിലുള്ള പല കേസുകളും കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ ദിവസം എത്രയായി, ലോകം തന്നെ ചർച്ച ചെയ്യുകയാണ്
ഇന്ത്യ രാജ്യത്തിന്റെ സുപ്രീം കോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു കേസ് വന്നിട്ട് ആ കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് എന്ത് വിധിയുണ്ടാകുമെന്നതിനെ കുറിച്ചുള്ള ആശങ്കയിലാണ് ലോകമുള്ളത്. പക്ഷേ മുസ്ലിം ലീഗിന്റെ ഏതെങ്കിലും ഒരു നേതാക്കന്മാരുടെ ഭാഗത്ത് നിന്ന് ശക്തമായ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെയാണ് സമുദായത്തെ പ്രതിനിധീകരിക്കുവാൻ, സംഘപരിവാരത്തിനെതിരെ, RSSനെതിരെ ശബ്ദിക്കുവാൻ മുസ്ലിം ലീഗിന് സാധിക്കുക എന്നത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഈ ദൗത്യമാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഏറ്റെടുക്കുന്നത്. ഈ സമുദായത്തിന്റെ ശബ്ദമാവാൻ ലോകത്തുള്ള മുസ്ലിങ്ങൾക്ക് മുഴുവൻ, ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾക്കും ആത്മാഭിമാനത്തിന്റെയും അന്തസ്സിന്റെയും ഒരു തലയുയർത്തി പിടിച്ചുകൊണ്ട് അന്തസ്സോടുകൂടി രാജ്യത്ത് ജീവിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിനാണ് SDPI ഈ രാഷ്ട്രീയ പ്രവേശനവുമായി जालिमाना कवानीन बीजेपी के सरकार ने पास किए, चाहे वो ट्रिपल तलाक हो, चाहे वो बिल हो, चाहे वो कश्मीर का बिल हो, चाहे वो कोविड के कवानीन हो, चाहे वो लव जिहाद के यूपी के कवानीन हो, इस तरह के जितने कवानीन हैं वो सब इस सरकार के दौरान आए हैं। मुस्लिम लीग का रोल क्या है? क्या मुस्लिम लीग रोक पाए? वो कह सकते हैं हमारे 2 मेंबर पार्लियामेंट है, लेकिन उनके 2 मेंबर पार्लियामेंट नहीं है। वो जिस गठबंधन का हिस्सा है, जिस पे उनको फख्र है, देने की जरूरत है और जीत के जाने की भरपूर जद्दोजहद है, तो उसकी वजह यह है कि मुल्क के जो आज के हालात हैं और मुल्क में जो हालात आइंदा आने वाले हैं अभी पूरे नहीं हुई है, बर्बादी पूरी नहीं हुई है, जुल्म अपनी इंतहा को पहुंचा नहीं है, जुल्म अपनी इंतहा को पहुंचने वाला है। अगले चंद साल इस मुल्क की तारीख के सबसे भयानक साल होने वाले हैं। जो लोग राजनीति को जानते हैं, सरकारों को जानते हैं, उनको अच्छे तरीके से इस बात का अंदाजा है कि जितने खराब दिन आज हम देख रहे हैं, इससे ज्यादा खराब दिन आगे आने वाले हैं। सवाल यह है कि जुल्म की इन दिनों में आपकी आवाज उठाने वाले लोग लोकसभा में कौन होंगे? क्या इस मुस्लिम लीग से ये उम्मीद की जाएगी कि वो जो जालिम अज़्दहा രാജ്യസഭയിൽ നമുക്കറിയാം, കോൺഗ്രസിന്റെ അനുവാദമില്ലാതെ, സമ്മതമില്ലാതെ, വോട്ടില്ലാതെ രാജ്യസഭയിൽ ഒരു ബില്ല് പാസാക്കുക സാധ്യമല്ല എന്നത് നമുക്കറിയാം. പക്ഷേ രാജ്യസഭയുടെ കൂടി അനുമതിയോടുകൂടിയാണ് ഈ കരിനിയമങ്ങളൊക്കെ നമ്മുടെ രാജ്യത്ത് പാസാക്കിയെടുത്തത്. കാശ്മീരിൽ 370 വകുപ്പ് റദ്ദാക്കി കളഞ്ഞു. കോൺഗ്രസ് എവിടെയായിരുന്നു? ആ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന മുസ്ലിം ലീഗിന്റെ നിലപാട് എന്തായിരുന്നു? രാജ്യത്തെ ജനങ്ങൾ ഭയത്തിലും ഭീതിയിലും നാളെ എന്താകുമെന്നറിയാത്ത, ഒരുപക്ഷെ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കറുത്ത ദിവസങ്ങളിലേക്ക് നമ്മുടെ രാജ്യം, ഏറ്റവും ഭീതിതമായ സാഹചര്യത്തിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുകയാണ്. ആ നടന്നു നീങ്ങുന്ന ഘട്ടത്തിൽ മുസ്ലിം ലീഗ് എന്ത് നിലപാട് സ്വീകരിച്ചു എന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കണം. നമ്മൾ ഇന്ന് കാണുന്ന ഓരോ ദിവസവും നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ അപകടകരമായ സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും അപകടമെന്ന് നമ്മൾ പറയുമ്പോൾ ലോകം തന്നെ, അതിന്റെ സാമൂഹിക ശാസ്ത്രജ്ഞന്മാരും പിന്നെ നരവംശ ശാസ്ത്രജ്ഞന്മാരുമൊക്കെ ലോകത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഒരു വലിയ വംശഹത്യ അഭിമുഖീകരിക്കാൻ പോകുകയാണ്. ഈ വംശഹത്യക്ക് നേതൃത്വം കൊടുക്കുന്നത് സംഘപരിവാരമായിരിക്കും. ആ സംഘപരിവാരത്തിന്റെ മുഖത്ത് നോക്കി അത് പാടില്ല എന്ന് പറയുവാൻ മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ കോൺഗ്രസിനോ സാധിക്കുമോ? കോൺഗ്രസ് അത് പറയില്ല. കാരണം ഈ സംഘപരിവാരത്തെ പാലൂട്ടി വളർത്തിയത്, ഇതിനെ വലുതാക്കിയത്, എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്തത് ഈ പറയുന്ന കോൺഗ്രസ് ആണ്. എന്നിട്ടും ആ കോൺഗ്രസിന്റെ വാലിൽ തൂങ്ങി അതിന്റെ മറയിൽ നിന്നുകൊണ്ടാണ് മുസ്ലിം ലീഗ് മതേതരത്വം പറയുന്നത്. ഈ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ തിരിച്ചറിയാതെ പോയിക്കൂടാ. കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർക്ക് മുസ്ലിങ്ങളെ വേണം, മുസ്ലിങ്ങളുടെ വോട്ട് വേണം. പക്ഷേ ഇസ്ലാമിനെ അവർക്ക് ഒരു നിലക്കും അംഗീകരിക്കാൻ കഴിയില്ല. ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസത്തിന്റെ പ്രശ്നങ്ങൾ വരുമ്പോ, മതപരമായ കാര്യങ്ങൾ വരുമ്പോ അവർ നമ്മെ വിട്ടൊഴിയും, അവർ നമ്മളിൽ നിന്ന് അകന്നു നിൽക്കും. അവിടെ അവർക്ക് നിലപാടുകൾ ഉണ്ടാവുകയില്ല. അത് നേരത്തെ പറഞ്ഞ ഈ പറയപ്പെട്ട നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പോഴും അവരുടെ നിലപാടുകൾ അത് തന്നെയായിരുന്നു.
അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറയുന്നത്, അക്രമിയുടെ മുഖത്ത് നോക്കി തന്റെ ഇടത്തോടുകൂടി സംസാരിക്കാൻ ഒരേ ഒരു വിഭാഗമേ ഇന്ത്യ രാജ്യത്ത് ഇന്നുള്ളൂ. അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മാത്രമാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് ആ ദൗത്യം നിർവഹിക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കണമെന്നാണ് നിങ്ങളോട് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. एसडीपीआई इस हदफ के साथ खड़ी हुई है कि फ्रीडम फ्रॉम फियर, फ्रीडम फ्रॉम हंगर, फ्रीडम फ्रॉम फियर टू ऑल, not only to Muslims. Whosoever is hungry, Hindu, Muslim, Sikh, Isai, Parsi, Jain, Brahmin, whosoever, wheresoever, पूरे देश में कहीं भी जो भूखा है उसके लिए मुस्लिम लीग खड़ी है। और पूरे मुल्क में कहीं भी कोई भी खौफ का अगर शिकार उसे किया जा रहा है तो उसकी हिमायत के लिए एसडीपीआई खड़ी है। खौफ से आजादी, भूख से आजादी। खौफजदा किया जा रहा है, हमें तो रोज खौफजदा किया जाता है, मॉब लिंचिंग के जरिए खौफजदा किया जाता है, फिसाद के जरिए किया जाता है, शरीयत पर हमले करके किया जाता है, राजनीति में राजनीतिक दलों को लेबल करके कि ये टेररिस्ट है, वैसे खौफजदा किया जाता है। 10 तरीके खौफजदा के हैं करने के, और इस तरीके से हमारे हिंदू भाइयों को भी डराया जाता है। उनसे कहा जाता है कि मुसलमान ताकतवर हो गए तो शरीयत लॉ नाफिज कर देंगे। उनसे कहा जाता है कि बहू बेटियों की इज्जतें महफूज नहीं रहेंगी अगर मुसलमान की तादाद बढ़ गई। उनसे कहा जाता है 2050 तक मुसलमानों की तादाद हिंदुओं से भी ज्यादा हो जाएगी। ये सब कह के हिंदुओं को डराया जाता है, किसानों को डराया जा रहा है, मजदूरों को डराया। सिर्फ खौफ की एक सियासत इस मुल्क में की जा रही है, और इसलिए एसडीपीआई ने ये हदफ मुकर्रर किया, टारगेट तय किया कि खौफ से आजादी हमारा मोटो होगा। और उसके लिए हमने सिर्फ नारा नहीं दिया, हमने सिर्फ अखबार में बयान नहीं दिए, हमने सिर्फ यहां खड़े होकर तकरीरें नहीं की हैं, बल्कि जालिम के दिल के पास वहां खड़े होके उनको चैलेंज किया। जितने प्रोटेस्ट सड़कों पे खड़े होके अभी तक एसडीपीआई ने किए, कोई इशू हो, सबसे ज्यादा प्रोटेस्ट एसडीपीआई ने इस मुल्क में किए हैं। और ये वजह है आज एसडीपीआई टारगेटेड क्यों है। लेफ्ट के लोग भी कहते हैं एसडीपीआई से खतरा है, आरएसएस भी कहता है एसडीपीआई से खतरा है, इस मुल्क का होम मिनिस्टर कहता है, कर्नाटक में खड़े होकर होम मिनिस्टर कहता है अमित शाह हम कट के बढ़ सकते हैं, एसडीपीआई से हाथ नहीं मिलाएंगे, ईडी के छापे मारेंगे, आईबी को भेजेंगे, इनकम टैक्स को भेजेंगे, लड़कों को गिरफ्तार किया जाएगा, झूठे इल्जाम लगाए जाएंगे। हर तरह से परेशान और खौफजदा करने और दबाने की कोई सरकार जितनी शदीद कोशिश कर सकती है उतनी शदीद कोशिश एसडीपीआई के खिलाफ सेंटर की सरकार ने भी की है और इस लेफ्ट की सरकार ने भी की है। लेकिन इसके बावजूद हमारी आइडियोलॉजी में दम है, इस मुल्क के मजलूमों का ख्याल हमारे दिलों में मौजूद है, सच्चाई और इखलास के साथ खड़े हुए हैं, ईमान को अपने दिल दिमाग में लेके खड़े हुए हैं। बातिल की 1000 हमले होने के बावजूद हम जिस जगह खड़े थे हम वहीं खड़े हैं, बल्कि हम 2 कदम और आगे बढ़े हैं। अमित शाह और नरेंद्र मोदी की फौजें, इनकी पुलिस और इनकी ताकत 1 इंच भी हमें आज तक पीछे हटा नहीं सकी। ये हमारी सदाकत का सबसे बड़ा सबूत है कि झूठे वो हैं, खौफजदा करने वाले जालिम वो हैं और हम
मुकाबला करने वाली वो ताकत हैं कि जो न दबे थे न दबेंगे। हम हक हैं, वो बातिल है। बातिल को मिटना होगा, हक को गालिब आना होगा। ये तारीख है और इस तारीख को कोई मिटा नहीं सकता। इस यकीन के साथ हम खड़े हुए हैं और इस यकीन के साथ आज मल्लापुरम की सड़कों पे खड़े होके मैं पूरे चैलेंज के साथ कहता हूं कि अगर तुम हक पे हो, आओ हमारे साथ खड़े हो किसी भी अवामी स्टेज पे, पब्लिक प्लेटफॉर्म पर आओ, डिबेट करो केरल के मुद्दों पे, मल्लापुरम के मुद्दे पे, देश के मुद्दे पे, किसानों के मुद्दे पे, मजदूरों के मुद्दे पे, मस्जिद के मुद्दे पे, कश्मीर के मुद्दे पे बात करो, फलस्तीन के मुद्दे पे, म्यांमार के मुद्दे पे, यमन के मुद्दे पे, सीरिया के मुद्दे पे, अफ्रीका के मुद्दे पे, जिस मौजू पे चाहते हो, जिस टॉपिक पे चाहते हो, खुल के आओ, अपनी पॉलिसी बताओ और हम अपनी पॉलिसी बताते हैं। जो जीते उसे जिता के लोकसभा में भेज देना। खुले आप चैलेंज कर रहा हूं पूरी मुस्लिम लीग, कांग्रेस, एलडीएफ, सबको, तमाम कैंडिडेट्स को और उनके लीडर्स को ओपन चैलेंजेस पूरे मल्लापुरम में घूम घूम के चैलेंज करूंगा। अगर तुम्हारे अंदर जुर्रत है, अगर तुम्हारे अंदर कोई नॉलेज है, अगर तुम्हारे अंदर हक से लड़ने हक है, अगर बातिल से लड़ने की कुव्वत है, अगर कोई पॉलिसी है, अगर कोई प्रोग्राम है, अगर कोई आइडियोलॉजी है, आओ हमारे सामने बात करो। अगर हम जीत जाए तो मुंह छुपा के विड्रॉवल करके घर चले जाना, वरना हम चले जाए। इसलिए मैं कहता हूं कि दिस इज द राइट ऑफ एसडीपीआई टुडे टू विन दिस मल्लापुरम सीट एंड रिस्टोर द ग्लोरी ऑफ मल्लापुरम। मल्लापुरम इज नॉट ए स्मॉल सिटी, इट्स नॉट ए न्यू सिटी। मल्लापुरम हैज a history, a glorified history. Mallappuram has accepted the first ray of Islam in India. It was Mallappuram which spread Islam from here to all the country, all over India. This is the grace of this soil. This is the grace of this soil, particularly this city where I am standing today. Whenever there is a brutality, injustice, cruelty, criminalization and oppression by the government, the people of this city stands up and becomes a Mopla rebellion. And that Mopla rebellions become a glorified history of this region which can never be forgotten. Whole of the country could never forget this rebellion, and that's why we could achieve our freedom because of such movement which has been raised by the Mallappuram. This is not a small, simple city. This is not just a collection of few houses. No. This is a legacy. This is a decoration of past. And then I told you earlier, in 1947, it was the Mallappuram which created a ray of hope amongst the all Indian Muslims, which gave them a solace and hope that we will live here with peace and dignity because the people of Mallappuram are awake. This is the city which kept the Indian Parliament alive through the people like Ismail Sahib, Ibrahim Sulaiman Seth Sahib and Banatwala. Muslim League, 1905 Muslim League, the first Muslim League which was established in Dhaka in 1905, that Muslim League was representative in every council before independence, in every parliament, in every provincial assembly, in every part of the country, and it was a part and parcel of the government always. And it was quite sure that after the independence, Muslim League will be vanished from the Indian soil.
After the partition, there was no scope of any Muslim league or any Muslim political party in this country, but this was the grace of Mallapuram that it kept Muslim League alive through their efforts and their endeavor. And till today, since first Parliament of India, 1952 Parliament, till 2000 to 2021, there is not a single Parliament passed where a Muslim League representative was not present. A Muslim political party, it was the Muslim League, that Ismail Saab and those leaders has made it sure that the Indian Parliament is never emptied by the Muslim representative, and they assured it, and they were present, sometimes 2, sometimes 3, sometimes 5. So this is what the Mallapuram is. The country must proud this city and this district because of this legacy of efforts, endeavors, uprisings, their resolve for justice, and their commitment to the oppressed people. This is the features of this city. And because this city has that kind of a legacy, that's why I demand that the Mallapuram has to be revived to that glory. You have to rise again to that occasion. This is the time the country is going to be a worse kind of a condition, and the community, the Muslim community, Islamic Ummah, and the whole oppressed people of this country look forward to you. They need an opportunity from you. They demand you to send a voice to the Parliament which can raise to the traitors, which can see eye to eye to the betrayers, which can reply the same tone to those who retort to the brutality of the innocent people. This is your duty. And I promise to you, as a soldier of SDPI, as a member of SDPI, I promise to the people of Mallapuram that I will stand for this legacy till my last breath. I will revive this legacy. I will never be silent inside that parliament, and I will never compromise any RSS, any BJP, any Congress, any left party. I will stand for the truth. I will stand for the justice. I will speak for the people who are voiceless. Don't you want to give this opportunity to those voices? Don't you want to revive the hierarchy of your own leaders? Don't you want to see your representative speaking at a platform where whole of the country, and not the country alone, but the whole world can listen your voice? Don't you want that? Do you think these present incumbents from Muslim League, they can serve this purpose? Never, I assure you. I assure you never. And if they cannot do it, and somebody is there who can do it, and you know that they can do it, then why don't you choose them? You don't have any other option. In this parliamentary election, we have only 4 contestants. 4 contestants. Major contestants, 4 are 4. Muslim League, SDPI, Left, and BJP. And the constituency is looking forward for a change, I tell you. I visited all over this constituency. I have seen the people want a change. They are not happy. They are not happy with the present leadership, with the present representative. They want a change. What is the alternative? Do you think the LDF can be an alternative? They were never an alternative to you. Never. They are not for you. If they would be for the people of Mallapuram, you just compare how many educational institutions they opened in Mallapuram as compared to the South Kerala. Just compare. How many schools? How many universities? Just see the graph
and the number of schools and colleges in South Indian, 5 South Indian districts, and then compare to your Malappuram district. Compare the health facility, health sector. How many of the government dispensaries, government hospital has been opened here in Malappuram, and how many are there in South Kerala? You compare and see. So the government and LDF government or the UDF government, they always discriminated these North Kerala district. Why? Just because they don't want to see you flourishing community and give you the return what you actually deserve. So the LDF cannot be your choice. And BJP? Do you think BJP can be a choice? I don't need to tell you. You know that far better than me, that they are the enemies. How can they be a choice? So what remains? What remains? It remains SDPI alone. Nobody else. You need a change. You really need a change. And that change can be nothing but SDPI. So we are standing over here. So we want you to revive your own history through effecting such a change. So I request you to vote for SDPI. So I request you to revive your own voices, right from Malappuram to the Delhi, to the Lutyens Delhi. And so I promise, the day one, first day, SDPI enters into the Indian Lok Sabha, the whole world will see how a traitor can be challenged. I tell you and I promise you, the very first day of entering into the Lok Sabha, the whole country, rather the whole world will see that how an honest, bahadur and courageous person entered that house with full conviction of fighting the evil forces. The truth will enter and evil will be afraid of that entrance into that house. I promise. And with this promise and with this narration, whatever I told you, it's on the basis of facts. I do not play with words. There are many people in Kerala, in your own district. They can play with words. They have so many words in their own language, Malayalam. And I know, sometimes they speak Urdu. They quote Urdu couplet. Because you don't know Urdu much, so they can very easily quote the wrong Urdu couplets. But we know that whatever he is speaking is actually incorrect and wrong, but they can please you with those playing of words. I do not play with words. Whatever I speak to anybody, you or elsewhere in the world, I don't speak with my tongue. I speak with my heart. I speak with my blood flowing in my veins. I speak for you. I speak just to be answerable to my Almighty Allah, not to you, not anybody else. That's why whenever I speak on the basis of fact, figure, and just to raise your moral, to give you a better hope for the times to come, so that a future of our generations can be saved. Otherwise, we can never be answered. We can never give any answer to our generations who will come tomorrow in those bloody conditions. So you are answerable to your generations as well. With this word, I hope that you agree to me. And if you agree to me, I want a promise from you that you will effect this change. You will come out forward. You cannot be lured. You cannot be deviated.
and you will vote for SDPI for that positive change and for that alternative politics. With this confidence and conviction on my command, I take this salam from you. Assalamu alaikum wa rahmatullah wa ma alayna illa al-balagh. SDPIയുടെ മുദ്രാവാക്യം ഭയത്തിൽ നിന്ന് മോചനം, വിശപ്പിൽ നിന്ന് മോചനം എന്നതാണ്. ഇന്ത്യ രാജ്യം ഏറ്റവും അതിഭീകരമായ ഭയത്തിന്റെ നിഴലിലാണ് ഇന്നുള്ളത്. സംഘപരിവാരം അതിന്റെ എല്ലാ ദ്രംഷ്ടകളും നമുക്ക് നേരെ ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളെയും അതുപോലെ തന്നെ സംഘപരിവാരത്തിന് വിരുദ്ധമായി സംസാരിക്കുന്ന മുഴുവൻ ആളുകളെയും അധികാരത്തിന്റെ ദണ്ടുപയോഗിച്ച് ഉദ്യോഗസ്ഥന്മാരെ ഉപയോഗിച്ചുകൊണ്ട് ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുകയാണ്. ചിലരുടെ അടുക്കലേക്ക് NIA അയക്കുന്നു, ചിലരെ അടുക്കലേക്ക് ED അയച്ചുകൊണ്ട് ഭയപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പലർക്കും അതുകൊണ്ട് തന്നെ RSSനോട് എതിരെ സംസാരിക്കുന്നതിന് പരിമിതികൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുമുള്ള പരിമിതികൾ RSSനെതിരെ സംസാരിക്കുന്നതിനില്ല. കാരണം ഇന്ത്യ രാജ്യത്തിന്റെ യഥാർത്ഥ ശത്രു RSS അത് മാത്രമാണ് എന്ന് ഈ രാജ്യത്തെ ജനങ്ങളോട് ഇതിന്റെ തുടക്ക കാലഘട്ടം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. RSSനെ നമ്മൾ അതിന് മനസ്സിലാവുന്ന ഭാഷയിൽ ഇന്ത്യ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ RSSനോട് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ഭരണകൂടം ഓരോരുത്തരെയും കർഷകന്മാരെ ഭയപ്പെടുത്തുകയാണ്, ഉദ്യോഗസ്ഥന്മാരെ ഭയപ്പെടുത്തുകയാണ്, തൊഴിലാളികളെ ഭയപ്പെടുത്തുകയാണ്. എല്ലാവരുടെ മേലും ഈ ഭയത്തിന്റെ ഒരു മൂടുപടമിട്ടുകൊണ്ട് കാർമേഘം കൊണ്ടുവന്നുകൊണ്ട് എല്ലാവരെയും കീഴടക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തിന് ഒരു പാരമ്പര്യമുണ്ട്. മലപ്പുറത്തിന്റെ പാരമ്പര്യം എന്ന് പറയുന്നത് അക്രമത്തിനും അനീതിക്കുമെതിരായ പോരാട്ടത്തിന്റേതാണ്. ലോകം ഈ മലപ്പുറത്തെ ഓർമ്മിക്കുന്നത് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രത്തിൽ നമ്മുടെ പിതാമഹന്മാർ നൽകിയ അവരുടെ സംഭാവനകളാണ്. അക്രമിയുടെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് നീ ചെയ്യുന്നത് അക്രമമാണ്, ഇത് ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു പാരമ്പര്യമാണ് മലപ്പുറത്തിന്റേത്. ആ പാരമ്പര്യം തിരിച്ചു പിടിക്കാനാണ് ഞങ്ങൾ നിങ്ങളോട് പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. 1992 ഇന്ത്യ രാജ്യം ഭീതിയുടെ നിഴലിൽ നിന്ന് ഈ രാജ്യത്തെ സമുദായങ്ങളെ മുഴുവൻ ഈ ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം മുസ്ലിം സമുദായത്തിനെ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ അതിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയിട്ടുള്ള ഒരു സമൂഹമാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ. അതുകൊണ്ട് തന്നെ മലപ്പുറത്തിന്റെ പാരമ്പര്യത്തിന് നമ്മൾ അതിന് വില കൽപ്പിക്കേണ്ടതുണ്ട്. ആ വില അതിനുള്ള വില എന്ന് പറയുന്നത് ഇന്ന് സംഘപരിവാരത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കേണ്ട സമയമാണ്. ആ സമയത്ത് ശക്തമായ നിലപാടുകളുമായി RSSനെ പ്രതിരോധിക്കുക എന്നത് മാത്രമാണ്. RSSനെതിരെ പ്രസംഗിക്കുകയും കവിത എഴുതുകയും ചെയ്തുകൊണ്ട് RSSനെ നേരിടാമെന്നത് നമ്മുടെ വ്യാമോഹം മാത്രമാണ്. RSSനെ നേരിടേണ്ടത് തെരുവിലാണ്. കാരണം RSS ഈ രാജ്യത്തെ ജനങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, ഈ രാജ്യത്തിലെ ജനങ്ങളെ അടിമകളാക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കായബലം കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ജനാധിപത്യത്തിന്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇന്ന് സംഘപരിവാരത്തിനെതിരായ പ്രതിരോധം കെട്ടിപ്പടുക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങള് ഭയത്തിൽ നിന്നുള്ള മോചനം എന്ന് പറഞ്ഞത്. കർഷകന്മാർ സമരത്തിലാണ്. രാജ്യത്ത് ആദിവാസികളും ദലിതുകളും അടക്കമുള്ള പിന്നാക്ക ജനവിഭാഗങ്ങൾ അവരെ ഇന്ന് ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ കരിനിയമങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ജയിലിലടച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഫാസിസ്റ്റ് വിരുദ്ധ ശക്തികൾക്കെതിരെ ഒരു മാറ്റം അനിവാര്യമാണ്. ആ മാറ്റം ഉണ്ടാവേണ്ടത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നമ്മളെ പ്രതിനിധീകരിക്കുന്നു എന്ന് പറഞ്ഞ നമ്മൾ തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ചിട്ടുള്ള സമുദായ പാർട്ടിക്കാർക്ക് അതിന് അവസരമുണ്ടായിട്ടും അത് അവർ ഉപയോഗിച്ചിട്ടില്ല. മാത്രമല്ല സംഘപരിവാരത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് കാര്യം പറയാൻ തന്റെ ഇടത്തോടുകൂടി കാര്യം പറയുവാനുള്ള തന്റെ ഇടമില്ലാത്തത് കൊണ്ട് അവര് വാലും ചുരുട്ടി മടങ്ങിപ്പോന്നിരിക്കുന്നു. ഇനിയും ആ സ്ഥാനത്തേക്ക് എങ്ങനെയാണ് നിങ്ങൾ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയെ തെരഞ്ഞെടുത്തയക്കുക? പിന്നീട് LDF ആണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സമുദായത്തിന്റെ നിർണായകമായ പ്രതിസന്ധികളിൽ നമ്മളോടൊപ്പം നിൽക്കാത്തവരാണത്. അതുകൊണ്ട് തന്നെ ഈ സമുദായത്തിന്റെ വേദനയും കണ്ണീരും ഒപ്പാൻ LDFന്റെ സ്ഥാനാർത്ഥിക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. നിങ്ങൾക്ക് മുന്നിൽ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ, അത് SDPI മാത്രമാണ്. മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് മുമ്പിൽ ഇല്ല എന്ന് തന്നെയാണ്. കാരണം സംഘപരിവാരത്തെ
ഇന്ത്യ രാജ്യത്തിന്റെ എല്ലാ മുക്കിലും മേഖലകളിലും നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കുക. RSSനെ നേരിടുകയും RSSന് ഏതെങ്കിലും ഇന്ത്യ രാജ്യത്തെ ഏതെങ്കിലും ഒരു വിഭാഗത്തെ RSS ഭയപ്പെടുന്നുണ്ടെങ്കിൽ അത് SDPIക്കാരെ മാത്രമാണ് എന്നത് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്തുകൊണ്ടാണത്? ഈ രാജ്യത്ത് സംഘപരിവാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അധിനിവേശത്തിനെതിരെ ജനാധിപത്യത്തിന്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗിക്കുന്നത് അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. നമ്മുടെ നാട്ടിൽ വികസനത്തിന്റെ പേര് പറഞ്ഞ് നിങ്ങളുടെ വോട്ട് ചോദിക്കാൻ വരുന്നവർ, ഈ മലപ്പുറത്തിന്റെ വികസനത്തിന്റെ കാര്യം എവിടെയാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം. ഞാൻ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ സന്ദർശിക്കുകയുണ്ടായി. വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ അവസ്ഥ എന്താണ്? മലപ്പുറത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മള് ഈ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ട് പോലും 25,000-ഓളം വരുന്ന കുട്ടികൾക്ക് തുടർ പഠനത്തിനുള്ള സാധ്യതയില്ലാത്ത ഒരു പ്രദേശമാണ് നമ്മുടെ മലപ്പുറം. എന്തിന്റെ കുറവ് കൊണ്ടാണ് നമുക്കിതൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവർ, ഈ രാജ്യത്തിന് വേണ്ടി ഈ പൂക്കോട്ടൂരിന്റെ മണ്ണ്, ഈ സമ്മേളനം നടക്കുന്ന ഈ നഗരം, ഈ പ്രദേശം ഈ രാജ്യത്തിലെ ലോകത്തിന് തന്നെ ചരിത്രമായി എഴുതി ചേർക്കപ്പെട്ട പ്രദേശമാണിത്. ഇവിടെ നിന്ന് നിങ്ങൾ തിരഞ്ഞെടുത്തേച്ചിട്ടുള്ള നിങ്ങളുടെ പ്രതിനിധി ഈ രാജ്യത്തെ നമ്മുടെ ഈ മുസ്ലിം സമുദായത്തിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി എന്താണ് ചെയ്തത്? ആരോഗ്യ മേഖല നിങ്ങൾ പരിശോധിച്ചു നോക്കുക. തെക്കൻ കേരളത്തെ അപേക്ഷിച്ച് മലബാറിലെ ഈ മലപ്പുറം ജില്ല അടക്കമുള്ള ഈ മലബാറിന്റെ മേഖലയുടെ ആരോഗ്യരംഗം, ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാം. നമുക്ക് ആവശ്യത്തിനുള്ള സംവിധാനങ്ങളില്ല. എവിടെയെങ്കിലും 1-2 കാര്യങ്ങൾ കൊണ്ടുവന്ന് വെച്ച് അത് മുഴുവൻ അതിന്റെ മുഴുവൻ കണ്ടിട്ട് ഈ രാജ്യത്തെ ജനങ്ങളെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഇതൊക്കെ ഞങ്ങളുടേതാണ് എന്ന് അവകാശപ്പെടുക എന്നതല്ലാതെ ന്യായമായ ഈ നാടിനും ഈ രാജ്യത്തിലെ ജനങ്ങൾക്കും ആവശ്യമായ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. പിന്നെയുള്ളത് BJP-യാണ്. BJP-യെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അവർ നമ്മുടെ ശത്രുക്കളാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ശത്രുവാണ്, ഈ രാജ്യത്തിലെ ജനങ്ങളുടെ ശത്രുവാണ്. കാരണം ഈ രാജ്യത്തിന്റെ മതേതരത്വത്തെയും ജനാധിപത്യത്തെയും കശാപ്പ് ചെയ്ത് തങ്ങളുടെ വർണ്ണാശ്രമധർമ്മത്തിൽ അധിഷ്ഠിതമായ, ചാതുർവർണ്ണത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടനയുണ്ടാക്കി ഈ രാജ്യത്തെ ജനങ്ങളെ ജാതിയുടെയും മതത്തിന്റെയും വർണ്ണത്തിന്റെയും അടിസ്ഥാനത്തിൽ അടിമകളാക്കുവാനും അത്തരത്തിൽ അങ്ങനെ ആളുകളെ ചൂഷണം ചെയ്യുവാനും വേണ്ടി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് BJP-ക്കാർ. അവര് നമ്മുടെ നാടിന് വികസനം കൊണ്ടുവരുമെന്ന് നമുക്ക് സങ്കല്പിക്കാനും ചിന്തിക്കാനും പോലും സാധിക്കുകയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് നിങ്ങൾ SDPIക്ക് വോട്ട് ചെയ്യണമെന്ന്. SDPIക്ക് നിങ്ങൾ വോട്ട് ചെയ്താൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അഭിമാനകരമായ ഒരു ദിവസമായിരിക്കും നിങ്ങൾക്കത് സമ്മാനിക്കുന്നത്. ഈ പാർലമെന്റിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിച്ചാൽ മലപ്പുറത്തുകാർക്ക് ലോകത്തിന് മുന്നിൽ അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ ഞാൻ സമ്മാനിക്കുമെന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് തരികയാണ്. കാരണം ഈ പാർലമെന്റ് നടക്കുന്ന അതിന്റെ ആദ്യ ദിവസത്തിൽ തന്നെ ലോകം മലപ്പുറത്തെ ശ്രമിക്കും. മലപ്പുറത്തിന്റെ ശബ്ദം അത് ലോകം കേൾക്കാനിടയാകും. അതിന് ഞാൻ കാരണക്കാരനാകുമെന്ന് നിങ്ങൾക്ക് ഞാൻ വാക്ക് തരുന്നു. രാജ്യം മാത്രമല്ല, ലോകം തന്നെ ഈ മലപ്പുറത്തിന്റെ ശബ്ദം കേൾക്കാൻ അത് കാരണമാകും. അതിനുള്ള ആർജവവും തന്റേടവും എനിക്കുണ്ട്. എന്റെ പ്രസ്ഥാനത്തിന് അതിനുള്ള കഴിവും തന്റേടവുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ വിജയിപ്പിക്കുകയാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഒരു ശത്രുവിന്റെ മുന്നിലും തലകുനിക്കേണ്ടി വരില്ല. ഒരാളുടെ മുന്നിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിമാനം പണയം വെക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാക്ക് തരികയാണ്. പാർലമെന്റിൽ പോയി പാട്ട് പാടിയാൽ പോരാ, കവിത ചൊല്ലിയാൽ പോരാ, നല്ല ഭാഷയിൽ പ്രസംഗിച്ചാൽ പോരാ. അങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ നമുക്കിടയിലുണ്ട്. പക്ഷെ ചില കവിതകൾ തെറ്റായി ചൊല്ലിയാൽ അത് തിരുത്തി കൊടുക്കാൻ അറിയാത്ത ഭാഷയിൽ പാടാൻ എല്ലാവർക്കും അറിയും. പക്ഷേ പാടുന്നത് തെറ്റാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നവനാണ് ഞാൻ. കാരണം ഞാൻ വന്നത് ആ ഭാഷയുടെ നാട്ടിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശബ്ദം സംഘപരിവാറിന് മനസ്സിലാകുന്ന ഭാഷയിൽ പാർലമെന്റിൽ ശബ്ദിക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാക്ക് തരികയാണ്. ഞാൻ സംസാരിക്കുന്നത് വാക്കുകൾ കൊണ്ടുള്ള കസർത്തല്ല. ഞാൻ എന്റെ ഹൃദയം കൊണ്ടാണ് നിങ്ങളോട് സംവദിക്കുന്നത്. എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് കഴിഞ്ഞ 25 കൊല്ലമായി ഇന്ത്യ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ ഞാൻ കണ്ട കണ്ണീരും ഞാൻ കണ്ട വിയർപ്പും അതുപോലെ തന്നെ ഈ സമുദായത്തിന്റെ ചോരച്ചാലുകൾ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. കത്തിയെരിഞ്ഞ മൃതദേഹങ്ങളും കത്തിക്കരിഞ്ഞ വീടുകളും തെരുവുകളും ഞാൻ കണ്ടിട്ടുണ്ട്. ആ വേദനയിൽ നിന്നാണ് ഈ സമുദായത്തിന് വേണ്ടി
സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയോടൊപ്പം ചേരാൻ ഞാൻ തീരുമാനിച്ചത്. കാരണം ഈ നമ്മുടെ മുൻഗാമികളായ മഹാന്മാർ ഏതൊരു സ്വപ്നമാണോ കണ്ടത്, ആ സ്വപ്നം പൂർത്തീകരിക്കാൻ ഒരേ ഒരു ശക്തിക്ക് ഇന്ന് ഇന്ത്യ രാജ്യത്ത് സാധിക്കുകയുള്ളൂ. അത് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ മാത്രമാണ്. കാരണം ശത്രുവിന് മുമ്പിൽ ഭയമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ, അത് തന്നെ അതിന്റെ അടിസ്ഥാന മുദ്രാവാക്യമായി എടുത്തിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി എന്ന നിലക്ക് അഭിമാനത്തോടുകൂടി, അന്തസ്സോടുകൂടി, ആത്മവിശ്വാസത്തോടുകൂടി എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയും, ഏറ്റവും ശക്തമായ ഭാഷയിൽ ഒരടി പോലും പിന്നോട്ട് പോകാതെ, ഒരു ഇഞ്ച് പോലും പിറകോട്ട് നിൽക്കാതെ ശത്രുവിന് മുന്നിൽ നമ്മുടെ ന്യായമായ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുവാൻ നിങ്ങൾ എന്നെ പിന്തുണച്ചാൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു. അത് വാക്ക് തരുന്നത് ഇത് നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ഞാൻ മറുപടി പറയേണ്ടി വരുമെന്ന കൃത്യമായ ബോധത്തോടു കൂടി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വാക്കുകൾ കൊണ്ട് കസർത്ത് നടത്തുകയല്ല, ഞാൻ ഹൃദയം കൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയാണ്. നിങ്ങൾ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ തെരഞ്ഞെടുക്കണം. ആ തെരഞ്ഞെടുപ്പ് കാരണം നിങ്ങൾക്കൊരിക്കലും ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ടി വരില്ല. അന്തസ്സോടുകൂടി ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് അത് ശരിയായിരുന്നു, ന്യായമായിരുന്നു, ഏറ്റവും അനിവാര്യമായ ഈ സാഹചര്യത്തിന്റെ തേട്ടത്തെ തന്നെയാണ് ഞങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. SDPIക്ക് നിങ്ങൾ വോട്ട് ചെയ്യണം. ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ ഈ സമുദായത്തിന്റെ ശബ്ദമായി, ഈ രാജ്യത്തിന്റെ ശബ്ദമായി, അടിച്ചമർത്തപ്പെട്ടവന്റെയും നീതി നിഷേധിക്കപ്പെട്ടവന്റെയും ശബ്ദമായി എന്നെ നിങ്ങൾ തെരഞ്ഞെടുക്കണം. അങ്ങനെ നിങ്ങൾ തെരഞ്ഞെടുത്താൽ നിങ്ങളോട് പറഞ്ഞ വാക്ക് പാലിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നെ വിജയിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി.